ആമേഴഞ്ചാൻ തോട് ശുചീകരണത്തിനിറങ്ങവേ ജോയ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. തിരുവനന്തപുരം നഗരസഭയിലേക്ക് ബിജെപിയുടെ മാർച്ച് സംഘർഷഭരിതമാകുന്നു. തത്സമയം എവിടെ പോയാ ഇവരെങ്ങോട്ട് പോണത്? മഴ 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 ഒരു ക്യാമറ ഒരു രാവിലെ സൈഡ് സൈഡ് അമേഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ അതിലകപ്പെട്ട ജീവൻ നഷ്ടമായ ജോയിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ മേയർക്കെതിരെ പ്രതിഷേധവുമായി ബിജെപി പ്രതിഷേധം നടത്തുകയാണ്. ചന്തു ചന്ദ്രശേഖരനുണ്ട്. ചന്തു, ഈ കുറച്ചു നേരത്തെ ജലപീരങ്കി അടക്കം പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചിരുന്നു. ഇപ്പോൾ ബാരിക്കേഡ് മാറ്റാനുള്ള പ്രവർത്തകരുടെ ശ്രമം നമ്മൾ കണ്ടു. ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണോ അവിടെ?
വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇപ്പോൾ BJP-യുടെ പ്രതിഷേധത്തിൽ ഒത്തുപിടിച്ചിരിക്കുന്നത്. നേരത്തെ പലതവണ പോലീസ് ജലപീരങ്കിച്ചു, പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. തുടർന്നുള്ള റോഡ് ഉപരോധിക്കുകയാണ്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ നഗരസഭാ മാർച്ച് ഒരു 11 മണിയോട് കൂടിയാണ് നഗരസഭയിലേക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും BJP മാർച്ച് സംഘടിപ്പിച്ചത്. വനിതാ പ്രവർത്തകരും വനിതാ കൗൺസിലർമാരും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നിരുന്നു. ഈ പ്രതിഷേധ മാർച്ച് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിനു ശേഷമാണ് വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുത്തത്. ഈ സംഘർഷത്തിൽ പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പ്രധാനമായും പ്രവർത്തകർ നഗരസഭയുടെ കവാടത്തിനുള്ളിലേക്ക്, നഗരസഭയുടെ മതിൽ ചാടിക്കടന്ന് പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിന് കാരണമായത്. ഈ പ്രവർത്തകർ മതിൽ കടന്ന് നഗരസഭാ കോമ്പൗണ്ടിനുള്ളിൽ കടക്കാൻ ശ്രമിക്കുകയും പോലീസ് അവരെ നഗരസഭാ കോമ്പൗണ്ടിനുള്ളിൽ നിന്നും ചെറുക്കുകയും ചെയ്തു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റമുണ്ടാകുകയും ഉന്തും തള്ളുമുണ്ടാകുകയും ഒക്കെ ചെയ്തു. ഇവർ പ്രവർത്തകർ കൊണ്ടുവന്ന കൊടി കെട്ടിക്കൊണ്ടുവന്ന കമ്പുകൾ ഉപയോഗിച്ചും ഹെൽമറ്റ് ഉപയോഗിച്ചും പോലീസിന് നേരെ ആക്രമണം നടത്തുന്ന സ്ഥിതിയിൽ വരെ കാര്യങ്ങളെത്തി. തുടർന്ന് പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. അങ്ങനെ പലതവണ ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും പ്രവർത്തകർ അല്പം ഒന്ന് മാറിയതിനു ശേഷം വീണ്ടും കൂട്ടമായി എത്തി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും നഗരസഭാ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് നിൽക്കുന്ന ഭാഗത്തു നിന്നും പ്രവർത്തകർ റോഡിലേക്ക്, നഗരസഭയുടെ വശത്തുകൂടിയുള്ള റോഡിലേക്ക് മാറി പ്രധാന റോഡ് ഉപരോധിക്കുന്ന സ്ഥിതിയിലാണ്. പാളയത്തേക്ക് കടക്കുന്ന പ്രധാന റോഡാണ് ഇപ്പോൾ നഗരസഭയിലെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ കുത്തിയിരുന്ന് ഉപരോധിക്കുന്നത്. മേയർ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ആവശ്യം. രാജിവെക്കുന്നതുവരെ ഈ സമരം തുടരുമെന്നും പ്രവർത്തകർ പറയുന്നുണ്ട്. പ്രധാനമായും BJP മുഖ്യ പ്രതിപക്ഷമാണ് നഗരസഭയിൽ. അവർ ആരോപിക്കുന്നത് ഈ ജോയിയുടെ മരണത്തിന് ഉത്തരവാദി അത് നഗരസഭയാണ് ഈ മാലിന്യം റെയിൽവേയുടെ ഭാഗത്തേക്ക് പൂർണ്ണമായും ഒഴുക്കിവിടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം നഗരസഭയും സർക്കാരും ഏറ്റെടുക്കണം. ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മേയർ രാജിവെക്കണമെന്നാണ് BJP പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയ രീതിയിൽ സംഘർഷ സമാനമായിരുന്നു നഗരസഭയുടെ മുൻവശം. ഇന്നും കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ സമരവും സമാനമായി തന്നെ വലിയ രീതിയിലുള്ള സംഘർഷത്തിന് ഇരയാക്കിയിരുന്നു. പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ആ സ്ഥലത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. പ്രവർത്തകരും വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ശരി ചന്തു. എന്താണെങ്കിലും ജോയ് ഭരണകൂടത്തിന്റെ മിസ്മാനേജ്മെന്റിന്റെ ഇരയാണെന്നും മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കണമെന്നുമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതേ നിലപാട് തന്നെയാണ് BJP കൗൺസിലർമാർക്കും. തിരുവനന്തപുരം നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷമാണ് BJP. അങ്ങനെ ഈ വിഷയത്തിൽ ജോയിയുടെ മരണത്തിൽ കോർപ്പറേഷനെതിരെ ഒപ്പം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് BJP. ഇതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളും നൽകുകയായിരുന്നു ചന്ദ്രശേഖർ.